എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു. നമ്മൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ രണ്ട് തരം ക്യാപിറ്റൽ ആവശ്യമാണ്. ഒന്നാമത്തേത് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ പ്രധാനമായിട്ടും ആ സ്ഥാപനത്തിൻ്റെ ഫിക്സഡ് അസറ്റ്സ് വാങ്ങാൻ വേണ്ടി, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ് ഇതുപോലുള്ള ഫിക്സഡ് അസറ്റ്സ് വാങ്ങാൻ വേണ്ടി ആ സ്ഥാപനം ഉപയോഗപ്പെടുത്തുന്ന ദ ഫണ്ട്സ് റിക്വയർഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ് ആർ നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ. അതുപോലെ രണ്ടാമതൊരു ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു, വർക്കിംഗ് ക്യാപിറ്റൽ. ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്, ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, സാലറി പെയ്ഡ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, ബൈ പർച്ചേസിങ് ഓഫ് റോ മെറ്റീരിയൽസ്, അങ്ങനെ കുറേ ചെറിയ ചെറിയ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെ പറഞ്ഞ പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇമ്പോർട്ടൻസിൽ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും സോൾവൻസി ഓഫ് ദ ബിസിനസ്സിലുണ്ടാകുന്ന കടങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കൃത്യസമയത്ത് തീർക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് സാധനം, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൾക്കായിട്ട് ഒരുമിച്ച് സാധനം വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. ദെൻ സാലറി, റെൻറ്റ്, വേജസ് മുതലായിട്ടുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് കൃത്യമായ സമയത്തിന് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നു നമ്മുടെ കൈവശം വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാർക്കറ്റ്, ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ, വിപണിയിലെ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് സാധനം വില കുറച്ച് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ അവ നമുക്ക് വാങ്ങാനും, അതേപോലെ നമ്മുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആവശ്യത്തിന് സാധനം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കാനും നമ്മുടെ കൈവശം എന്തുണ്ടാവണം? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കൈവശം സൂക്ഷിക്കേണ്ടത്. ദെൻ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് മീറ്റ് ചെയ്യാനും നമുക്ക് എന്ത് വേണം? നമ്മുടെ കൈവശം ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ദെൻ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊറാലിറ്റി, കോൺഫിഡൻസ്, ജോബ് സെക്യൂരിറ്റി ഇവയെല്ലാം സൂക്ഷിക്കണമെങ്കിലും കൃത്യസമയത്ത് പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിനെ ബാധിക്കും, നമ്മുടെ ഇമേജിനെ ബാധിക്കും. അതൊക്കെ മാറ്റാൻ വേണ്ടിയും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കൈവശം വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന കമ്പോണൻറ്റ്സ് പ്രധാനമായിട്ടും കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് അസറ്റ്സ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. ആ അസറ്റ് ഏതാണെങ്കിൽ പോലും ആ അസറ്റിനെ നമുക്ക് ഒരു വർഷത്തിനകം പൈസയാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം അസറ്റ്സിനെ പറഞ്ഞ പേരാണ് കറണ്ട് അസറ്റ്. എന്താണ് കറണ്ട് ലയബിലിറ്റി? കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലയബിലിറ്റീസ് ഒരു വർഷത്തിനകം നമുക്ക് കൊടുത്തീർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ലയബിലിറ്റി ഒരു വർഷത്തിനകം മെച്ചൂർഡ് ആകുന്നു, അതിൻ്റെ കാലയളവ് ഒരു വർഷത്തിനകം കൊടുത്തിരിക്കണം. അത്തരം ലയബിലിറ്റീസ് എല്ലാം നമുക്കിപ്പോൾ ലോങ് ടേം ലോണോ ഷെയർ വാങ്ങുന്നതോ അതൊക്കെ നമുക്ക് ദീർഘകാല ലയബിലിറ്റീസ് ആണ്. പക്ഷെ ചെറിയ ചെറിയ ലയബിലിറ്റീസ് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഇവയൊക്കെ നമുക്ക് 3 മാസത്തിനകം അല്ലെങ്കിൽ 4 മാസത്തിനകം അടച്ചു തീർക്കേണ്ടത്. അപ്പോൾ ഒരു വർഷത്തിനകം അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത്തരം ലയബിലിറ്റീസിനെ പറഞ്ഞ പേരാണ് കറണ്ട് ലയബിലിറ്റീസ്. ഈ 2 എണ്ണമാണ് പ്രധാനമായിട്ട് എവിടെ വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഡെയിലി യൂസ് ചെയ്യുന്ന കൺസ്യൂമബിൾസ്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇതിപ്പോഴും ഓർമ്മിക്കുക, ഔട്ട്സ്റ്റാൻഡിങ്, ഇനി നമുക്ക് കിട്ടാനുള്ള ഇൻകം നമ്മുടെ അസറ്റാണ്. നമ്മൾ മുൻകൂറായി അടച്ച ചിലവുകളും നമ്മുടെ എക്സ്പെൻസാണ്. അപ്പോൾ ഇതെത്രയാണ് കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റീസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇനി കൊടുക്കാനുള്ള ചിലവുകൾ, ദെൻ മുൻകൂറായി വാങ്ങിയ അഡ്വാൻസ് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇത്രയും കറണ്ട് ലയബിലിറ്റീസ് വരുന്നു. ഒരിക്കലും നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്. നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസ് എടുക്കുമ്പോൾ ഒരിക്കലും അതിൽ ഫിക്സഡ് അസറ്റ്സോ ദെൻ ലോങ് ടേം ലയബിലിറ്റീസോ ഉൾപ്പെടാൻ പാടില്ല. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്യും. ആ പ്രോബ്ലത്തിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? നമ്മുടെ ഫിക്സഡ് അസറ്റ്സും ദെൻ ഫിക്സഡ് ലോങ് ടേം ലയബിലിറ്റീസും വരാൻ പാടില്ല.
അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിത് നോക്കാം. എന്തൊക്കെയാണ് കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ കണക്കാക്കുന്നതിൻ്റെ ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം പഠിച്ചു. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പലതരം കൺസെപ്റ്റ്സ് ഉണ്ട്, പല രീതിയിൽ കണക്കാക്കുന്നുണ്ട്. നമ്മൾ GDP എന്നും NDP എന്നും NNP എന്നും GNP എന്നൊക്കെ കൺസെപ്റ്റ്സ് പഠിച്ചു. അതുപോലെ ഇവിടെ ഓരോ ബിസിനസ് സ്ഥാപനവും വർക്കിംഗ് ക്യാപിറ്റൽ കണക്കാക്കുന്നതും പല രീതിയിലാണ്. അത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 2 രീതി ശ്രദ്ധിച്ചിരിക്കുക. പ്രധാനമായിട്ടും 2 രീതിയിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണക്കാക്കുന്നത്. ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഒന്നാമത്തത് GWC. എഴുതിയെടുക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കുക. GWC. രണ്ടാമത്തേത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ NWC. അപ്പോൾ 2 കൺസെപ്റ്റ്സ് കൊണ്ട് പ്രധാനമായിട്ടും ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുന്ന രീതി 2 തരത്തിലാണ്. അത് ഒന്നാമത്തേത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ടാമത്തേത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തം കറണ്ട് അസറ്റ് മാത്രം ഉൾപ്പെടുകയാണെങ്കിൽ, ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കറണ്ട് അസറ്റ് മാത്രം, കറണ്ട് ലയബിലിറ്റി അവർ കണക്കാക്കാറേ ഇല്ല, കറണ്ട് അസറ്റിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാപനം വർക്കിംഗ് ക്യാപിറ്റൽ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഉദാഹരണം റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ കറണ്ട് ലയബിലിറ്റി അവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ശ്രദ്ധിച്ചിരിക്കുക, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓൺലി കൺസിഡറിങ് കറണ്ട് അസറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ, അവിടെ കറണ്ട് ലയബിലിറ്റിയെ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. അപ്പോൾ ആ സ്ഥാപനത്തിലെ ഒരു വർഷത്തിനകം കൺവേർട്ട് ചെയ്യാൻ, ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്ന എല്ലാ അസറ്റിനെയും ഒരുമിച്ച് അവർ കറണ്ട് അസറ്റ് എന്ന് പറയുന്നു. ആ കറണ്ട് അസറ്റെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അവരെന്തായി മാറ്റുന്നു? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. അപ്പോൾ പ്രധാനമായിട്ട് 2 കൺസെപ്റ്റാണുള്ളത് നമുക്ക്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്രോസ് വർക്കിംഗ് GWC ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ NWC, അവിടെ നമ്മൾ ആകെ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കറണ്ട് ലയബിലിറ്റി കൂടെ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് NWC ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന്. ഫിക്സഡ് അസറ്റ്സ് അതിൽ ഉൾപ്പെടുന്നില്ല. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയെ പറയുന്ന പേരാണ് NWC അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് മാത്രമായിരുന്നു? അവിടെ കറണ്ട് അസറ്റ് മാത്രം എടുക്കും, ടോട്ടൽ കറണ്ട് അസറ്റ് എടുക്കും, അതാണ് ആ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. പക്ഷേ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ കറണ്ട് അസറ്റ് മാത്രമല്ല, അവിടെ കറണ്ട് ലയബിലിറ്റിയും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 2 ഫോർമുലയും എഴുതി വെച്ച് പഠിക്കുക. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. നിങ്ങൾ ബുക്കിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ തൊട്ട് താഴെ പ്രോബ്ലം എന്ന് കിടപ്പുണ്ട്. ആ പ്രോബ്ലം ഞാൻ അയച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് എന്താ ഉള്ളത്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേഷൻ ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ശരിയായ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ NWC കണക്കാക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു NWC എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് എടുക്കുക, അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തരാം. ക്വസ്റ്റ്യൻ നമുക്കുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ് 20,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 40,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 45,000, ക്ലോസിംഗ് സ്റ്റോക്ക് 60,000, ഡിബഞ്ചേഴ്സ്. ശ്രദ്ധിക്കുക, ഡിബഞ്ചേഴ്സ് അതൊരു ലോങ് ടേം ലയബിലിറ്റിയാണ്, ഷെയർ ക്യാപിറ്റലിൽ വരുന്നതാണ്. അതൊരിക്കലും നമ്മുടെ കറണ്ട് ലയബിലിറ്റിയിൽ വന്നിട്ടില്ല. ഡിബഞ്ചേഴ്സ് എടുക്കരുത്. അത് 1,00,000 തന്നിട്ടുണ്ട്, നമുക്കത് ആവശ്യമില്ല. ദെൻ സൺട്രി ഡെറ്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ട് 25,000, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ബിൽസ് റിസീവബിൾ, ഫിക്സഡ് അസറ്റ്സ്
ഞാൻ പറഞ്ഞു കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കളിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അവിടെ ഒരിക്കലും ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം ലയബിലിറ്റീസും വരില്ല. ഇപ്പം ഫിക്സഡ് അസറ്റ്സ് അത് ഇതിലിപ്പം ഒരുമിച്ച് തന്നിട്ടുണ്ട് ഫിക്സഡ് അസറ്റ്സ് എത്രയാണെന്ന്. പക്ഷേ നമ്മുടെ ലോങ് ടേം ലയബിലിറ്റി നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് വെയിറ്റ് ചെയ്യുന്നത്, എനിക്കൊരു കോൾ വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോബ്ലത്തിൽ ഫിക്സഡ് അസറ്റ്സ് 2 ലക്ഷം വന്നിട്ടുണ്ട്, അത് നമുക്ക് എടുക്കണ്ട, ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് എടുക്കുക. അതിലൊരിക്കലും ഫിക്സഡ് അസറ്റ്സും ലോങ് ടൈം ലയബിലിറ്റിയും വരത്തില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചു തരാം, അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് നമുക്ക് എഴുതിയാൽ മതി. അതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ കണക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് ഈ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ഡിബഞ്ചേഴ്സും വരത്തില്ല, ഫിക്സഡ് അസറ്റ്സും വരത്തില്ല, ബാക്കിയുള്ള അതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ NWC. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തലയ്ക്കകത്ത് കയറ്റേണ്ടത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മാത്രം കണക്കാക്കുന്നു. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പം ഇതാണ് 2 കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്തൊക്കെയാണ് 2 കൺസെപ്റ്റ്സ് ഉള്ളത്? ഒന്നാമത്തേത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്, രണ്ടാമത്തേത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലം 2-3 നമുക്ക് ചെയ്ത് ഞാനത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു തരാം. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്തു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്കതൊരു നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, എളുപ്പമാണ് പിള്ളേർ. അടുത്ത് നമുക്ക് നോക്കുന്നത് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ തരംതിരിവ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റലുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനമായിട്ടും 2 രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വച്ചിരിക്കണം. 2 രീതിയിലുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ്. ആശയപരമായി വർക്കിംഗ് ക്യാപിറ്റൽ തരംതിരിക്കുന്നുണ്ട്, കാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ് നമ്മളത് പഠിച്ചു. ഇപ്പോൾ കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റലിനെ 2ആയി തരംതിരിക്കുന്നു. ഒന്നാമത്തത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ പ്രധാനമായിട്ടും 2 തരമായിട്ട് തരംതിരിക്കുന്ന ആ പടം നോക്കിയാൽ മതി. ഒന്നാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ്, രണ്ടാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് ടൈം. ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റലിനെ 2ആയി തരംതിരിക്കുന്നു. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് പഠിച്ചു കഴിഞ്ഞു. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ അത് 2 നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളിനി പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, കാലയളവ് അനുസരിച്ചുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ എത്രയായി ഡിവൈഡ് ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ടൈം അവിടെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ടാമത്തേത് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. സ്ഥിരമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലും താൽക്കാലിക വർക്കിംഗ് ക്യാപിറ്റലും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4 നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ടാമത്തേത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൽ പറയുന്നത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ടൊരു മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം. ആ മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എത്തുമ്പോഴേക്കും പുതിയ സ്റ്റോക്ക് എടുക്കുക, പുതിയ റോ മെറ്റീരിയൽസ് കൊണ്ടുവരിക. കാരണം ഇത്രയും ലെവൽ നമ്മൾ താഴോട്ട് പോകാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ബിസിനസ് ആരംഭിച്ചു, ബിസിനസ് അന്നത്തെ പ്രവർത്തനം തുടങ്ങി, ഉൽപ്പാദനം ആരംഭിച്ചു. നമ്മുടെ കയ്യിൽ ഒരു 200 കിലോ റോ മെറ്റീരിയൽസ്, ഓക്കെ, അതെന്താണെങ്കിലും 200 കിലോ റോ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ നിശ്ചയിച്ചിരുന്നത് 50 കിലോ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. 200 കിലോയിൽ നമ്മൾ 150 കിലോ എടുത്ത് ഉൽപ്പാദനത്തിന് അയച്ചു. ബാക്കി ഇനി 50 കിലോ എത്തുമ്പോൾ അത് തീർന്നത് വരെ കാത്തിരിക്കരുത്. 50 കിലോയിൽ എത്താറാകുമ്പോൾ തന്നെ നമ്മൾ പുതിയ സ്റ്റോക്ക് നമ്മുടെ കൈവശം വന്നിരിക്കണം. അതല്ല എങ്കിൽ നമ്മൾ ഈ 50 കിലോയും തീർത്തിട്ട് പുതിയ സ്റ്റോക്ക് വരുന്നവരെ ഉൽപ്പാദന പ്രക്രിയ അവിടെ നിർത്തേണ്ടതായി വരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും കുറച്ച് ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ സ്ഥിരമായി സൂക്ഷിച്ചിരിക്കണം. അവ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ പുതിയത് എത്തുന്നത് വരെ നമുക്ക് ബിസിനസ് സ്ഥാപനം അടച്ചിടരുത്. അതിനു വേണ്ടിയിട്ടാണ് ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒരു നിശ്ചിത ലെവലിലുള്ള പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞ പേരാണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏത് സമയത്ത് ഏത് ബിസിനസ് സ്ഥാപനമാണ്
പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പുതിയ സ്റ്റോക്കിൽ നിന്ന് കുറേ പെർമനൻ്റ് ആക്കി മാറ്റിയിടണം. കാരണം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാകരുത്. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് തടസ്സം വന്നാൽ നമ്മുടെ വിപണിയിൽ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് കുറയും. വിപണിയിൽ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് കുറഞ്ഞാൽ നമുക്ക് സെയിൽസ് കുറയും. സെയിൽസ് കുറഞ്ഞാൽ ലാഭം കുറയും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും സ്ഥിരമായി കുറച്ച് മൂലധനം, കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. അതിലേക്ക് എത്താറാകുമ്പോൾ പുതിയത് ഓർഡർ ചെയ്യുകയും പുതിയത് വരുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഒരിക്കലും തടസ്സം നേരിടുന്നില്ല. ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് മാറ്റിയിടുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ പറഞ്ഞ പേരാണ് പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചാൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനത്തിനനുസരിച്ച്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ചിലപ്പോൾ കൂടും കുറയും. അപ്പോൾ ഇപ്പോൾ ഉൽപ്പാദനം കൂടുന്നത്, ഇന്നലെ നമ്മൾ 200 കിലോ സാധനം ഉൽപ്പാദിപ്പിച്ചെങ്കിൽ ഇന്ന് 300 കിലോ സാധനം ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അതനുസരിച്ച് 100 കിലോ എക്സ്ട്രാ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ പെർമനൻ്റ് എപ്പോഴും അങ്ങനെയല്ല. ഒരു സ്ഥിരമായിട്ട് ഒരു കുറച്ച് സാധനം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ആ സ്റ്റോക്കിൽ താഴാൻ പാടില്ല. ആ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന് താഴെ നമ്മൾ വീണ്ടും എല്ലാം എടുത്ത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സീറോ ആവും. നമുക്ക് പിന്നെ ഉൽപ്പാദനം നിർത്തേണ്ടതായി വരുന്നു, വിൽപ്പന ഇല്ലാതായി വരുന്നു. പക്ഷേ ടെമ്പററി അങ്ങനെയല്ല പിള്ളേരെ. ടെമ്പററി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഉൽപ്പാദന പ്രക്രിയ കൂടുകയാണെങ്കിൽ ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. ഉൽപ്പാദന പ്രക്രിയയുടെ അളവ് കുറയുകയാണെങ്കിൽ ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു. അതുകൊണ്ടാണ് അതിന് വേറൊരു പേര് പറയുന്നത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ടാണ് അതിനെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെർമനൻ്റ് മീൻസ് സ്ഥിരമായിട്ടൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂലധനം. രണ്ടാമത്തത് ടെമ്പററി അക്കോർഡിംഗ് ടു ബിസിനസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഉൽപ്പാദന പ്രക്രിയ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അത് 3 ഉണ്ടെന്ന് തോന്നുന്നു പിള്ളേരെ. 3 ഉണ്ട്. അത് നിങ്ങൾക്ക് അതിലില്ലാത്തതാണ്. ഒന്നാമത്തേത് ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ വേറെ ഒന്നുകൂടെ ഉണ്ട്, ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ടാമത്തേത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. മൂന്നാമത്തേത് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. 5 ഓർമ്മിക്കുക. പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 3, ഇനിഷ്യൽ, റെഗുലർ, റിസർവ്. ഇപ്പുറത്ത് 2 സീസണൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം മൊത്തത്തിൽ കുറേ വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ച് കൺഫ്യൂഷൻ ആവരുത്. നമുക്കൊന്നുകൂടെ പറയാം. ആ ചാർട്ട് നോക്കുക. ആദ്യത്തേത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻറ്റു 2 ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ്സ്, ഓൺ ദ ബേസിസ് ഓഫ് ടൈം. ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ് 2 ഉണ്ട്. ഒന്നാമത്തേത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ GWC. രണ്ടാമത്തേത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ NWC. ഇപ്പുറത്ത് ഓൺ ദ ബേസിസ് ഓഫ് ടൈം 2 ഉണ്ട്. പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, സ്ഥിരമായിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂലധനം. രണ്ടാമത്തത് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം അനുസരിച്ച് മാറുകയും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ദെൻ പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വീണ്ടും 3 തരംതിരിക്കുന്നുണ്ട്, ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ അപ്പുറത്ത് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ 2 തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ നമ്മൾ ആദ്യം പോകുന്നത് എന്താണ് പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ടെക്സ്റ്റിൽ നോക്കിയാൽ മതി, നോട്ടിൽ തന്നിട്ടുണ്ട് ഞാൻ. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് പെർമനൻ്റ്ലി, അണ്ടർലൈൻ ചെയ്തിടുക, വിച്ച് ഈസ് പെർമനൻ്റ്ലി ലോക്ക്ഡ് അപ്പ് ഇൻ ദ സർക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എടുത്ത് ഉപയോഗിക്കുമ്പോഴേക്കും കുറച്ച് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ സ്ഥിരമായിട്ട് ലോക്ക്ഡ് അപ്പ് ആക്കി വെച്ചിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് തടസ്സം നേരിടും. അപ്പോൾ ആ ലെവൽ ഇപ്പം നമ്മൾ ലെവലാക്കി വെച്ചിരിക്കുകയാണ്. 100 കിലോ, 200 കിലോ, 300 കിലോ. ഏറ്റവും താഴെയുള്ള കുറച്ച് കിലോ മാത്രം എന്താക്കി വെച്ചിരിക്കുന്നുണ്ട്, പെർമനൻ്റ് ആവണം. ആ ലെവലിലേക്ക് നമ്മൾ എത്തണം. ആദ്യം 300 കിലോ ഉൽപ്പാദനത്തിന് ആവശ്യമുള്ളത് എടുത്തു, 200 കിലോ എടുത്തു, ഇപ്പം 100 കിലോ. 100 കിലോ എത്തുമ്പോഴേ നമ്മൾ പുതിയത് ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ ഈ 100 കിലോ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഉൽപ്പാദനത്തിന് സാധനം കിട്ടത്തില്ല. അപ്പോൾ ആ 100 കിലോ എത്തുമ്പോഴേക്ക് പുതിയ സാധനത്തിന് ഓർഡർ ചെയ്യുകയും 50 കിലോ എത്തുമ്പോഴേക്ക് സാധനം നമ്മുടെ വശം എത്തുകയും വേണം. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് കുറച്ച് ഉൽപ്പാദനത്തിന് ആവശ്യത്തിനുള്ള സ്ഥിരമായ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ലോക്ക്ഡ് അപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ഇർറെഡ്യൂസിബിൾ മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ് റിക്വയർഡ് ടു കീപ്പ് ദ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. ഞാൻ പറഞ്ഞു,
ഉൽപാദന പ്രക്രിയയ്ക്കും വിൽപ്പനയ്ക്കും തടസ്സം നേരിടാതിരിക്കാനായിട്ട് ഇത് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ലെവലിൽ താഴെ ആകാൻ വരരുത്. സ്റ്റോക്ക് എപ്പോഴും ഇതിൽ കുറയരുത്. റോ മെറ്റീരിയൽസ് ഈ പറഞ്ഞ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കുറയാൻ പാടില്ല. കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മളുള്ളത് എടുക്കുകയും ചെയ്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കാനാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒരു മിനിമം ലെവൽ എപ്പോഴും ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആൻഡ് ഇറ്റ് മേ ബി ഡിവൈഡ് ഇൻടു 3. ഇത് നമ്മൾ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇനിഷ്യൽ. അപ്പോൾ എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ പെർമനന്റ്ലി ലോക്ക്ഡ് അപ്പ് ഇൻ ദ ബിസിനസ്. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞത് ഇത് കൃത്യമായിട്ട് ഈ മിനിമം ലെവലിന് താഴോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ ഇറഡ്യൂസിബിൾ ആകരുത്. ആയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും അല്ലെങ്കിൽ സെയിൽസും വിൽപ്പനയും മുടങ്ങും. നമ്മുടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ? ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വരുന്ന ചിലവുകൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ അസറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കുറേ ചെറിയ ചെറിയ ചിലവുകൾ വരുന്നുണ്ട്. അത്തരം ചെറിയ ചിലവുകൾ നോക്കുമ്പോഴേക്കും ആ ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും? ബിസിനസ് സ്ഥാപനത്തിന് ക്യാപിറ്റൽ വേണ്ടി വരും. അങ്ങനെ ബിസിനസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ്, ബിസിനസ് ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന പ്രാരംഭഘട്ടത്തിൽ ആവശ്യമായിരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞ പേരാണ് ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു കുറേ രേഖകൾ തയ്യാറാക്കണം. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ രജിസ്ട്രേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് കുറേ രേഖകൾ നമുക്ക് തയ്യാറാക്കണം. അതിനൊക്കെ നമുക്ക് ചെറിയ ചിലവുകളൊക്കെ വേണ്ടി വരുന്നുണ്ട്. ആ ചിലവുകൾക്കെല്ലാം വേണ്ടി മാറ്റിവെക്കുന്ന തുകയെ പറഞ്ഞ പേരാണ് ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ടാമത്തത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് മിനിമം ക്യാപിറ്റൽ റിക്വയർഡ് ടു ക്യാരി ഔട്ട് മിനിമം ലെവൽ ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മിനിമം ഒരു ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും മാറ്റിയിട്ടിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ഉൽപ്പാദനവും വിൽപ്പനയും തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞത് വർക്കിംഗ് ക്യാപിറ്റൽ, കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. കുഷൻ മീൻസ് ഒരു താങ്ങ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ എടുത്ത് നേരിടാൻ വേണ്ടി നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മാറ്റിയിട്ടിരിക്കണം. അപ്പോൾ ബിസിനസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ, എന്തെങ്കിലും റിസ്ക് ഉണ്ടാകുമ്പോൾ അവ നേരിടാൻ വേണ്ടി ഇറ്റ് ഈസ് ദ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ സ്പെഷ്യലി റിസർവ്ഡ് ഫോർ ദ കണ്ടിജൻസീസ്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അവയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബിസിനസ് സ്ഥാപനവും മാറ്റിയിടുന്ന വർക്കിംഗ് ക്യാപിറ്റലിന് പറഞ്ഞ പേരാണ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പം 3 ഞാൻ പറഞ്ഞു. ഇനിഷ്യൽ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോൾ പ്രാരംഭകാലത്ത് നമുക്ക് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ടാമത്തത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു മിനിമം ലെവൽ നമ്മൾ മാറ്റി വയ്ക്കണം. എന്തിനു വേണ്ടി? ഉൽപ്പാദനവും വിൽപ്പനയും തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി. അതാണ് യഥാർത്ഥ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ മൂന്നാമത് പറഞ്ഞത് റിസർവ്. നമ്മുടെ റിസർവ് ഒരു കരുതൽ ധനം പോലെ. എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും കണ്ടിജൻസീസ്, എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടാകുമ്പോൾ അവയെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൈവശം എന്തുണ്ടായിരിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം. ആ വർക്കിംഗ് ക്യാപിറ്റലിന് പറഞ്ഞ പേരാണ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇന്ന് പഠിച്ചത് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. കുറേ പോയിന്റ്സ് പറഞ്ഞു. സിമ്പിളാണ് പിള്ളേരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർമ്മിച്ചിരിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നാമത്തേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? 2 തരം. ക്യാപിറ്റൽ 2 തരം, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രാധാന്യം പറഞ്ഞു. കമ്പോണൻസ് ഓർമ്മിച്ചിരിക്കുക. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് 2 കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് കൃത്യമായി എഴുതി പഠിക്കുക. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ്സോ ലോങ് ടൈം ലയബിലിറ്റീസോ കൺസിഡർ ചെയ്യരുത്. അടുത്ത് നമ്മൾ പറഞ്ഞത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കൺസെപ്റ്റ്സ് 2 പറഞ്ഞു. GWC, NWC. GWC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ഓൺലി. ദെൻ NWC എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 2 അവിടെ നമുക്ക് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ദെൻ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഭാഗം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൺ ദ ബേസിസ് ഓഫ് ടൈം 2 ഉണ്ട്, പെർമനൻറ്റും ടെമ്പററി. പെർമനൻറ്റ് ഞാനിപ്പോൾ പറഞ്ഞു 3 ഉണ്ട്. ഇനിഷ്യൽ, റെഗുലർ, റിസർവ്.
അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇത്തിരി കൂടുതൽ മുഴുവനും കേൾക്കുക, നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എന്നെ വ്യക്തിപരമായിട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ കൊറോണ കാലം കണ്ടല്ലോ, എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഓരോ ദിവസം കഴിയുന്തോറും സമ്പർക്കത്തിലൂടെ വരുന്ന ആളുകൾ അസുഖത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നിങ്ങൾ പരമാവധി വീട്ടിലിരുന്ന് തരുന്ന നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതുക. എഴുതിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ സംശയം ചോദിക്കുക. ഓക്കെ, ഓക്കെ എന്നാൽ താങ്ക് യു.